പാർട്ട് 1 നമ്മൾ ലാസോ ടൂളും അതുപോലെ തന്നെ സെലക്ഷൻ ടൂളുകളെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതിന്റെ ഒരു യൂസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ അനദർ യൂസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഓൾറെഡി നമുക്കറിയാം, ഒരു ഷേപ്പ് വരച്ച് അതിന്റെ അകത്ത് കളർ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താവും, നമുക്ക് അതിനൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അടുത്ത നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇമേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ ടൂളുകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. ഫയലിൽ ന്യൂ ഓപ്പൺ വഴി ഒരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് അപ്പൊ നമുക്ക് ഒരു ഇമേജ് എങ്ങനെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വിൻഡോയിലോട്ട് വരുന്നത് നമുക്ക് നോക്കാം. വിഷ്ണു പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന വിൻഡോയിൽ ആ വിൻഡോയിലോട്ട് തന്നെ നമുക്ക് പുതിയൊരു ഇമേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് പ്ലേസ് ലിങ്ക്ഡ് എന്ന് പറയും. പ്ലേസ് ലിങ്ക്ഡ്, ഫയലിൽ പ്ലേസ് ലിങ്ക്ഡ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഏതാണോ കറന്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോ അതിലേക്കായിരിക്കും നമ്മുടെ ഇമേജ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ആഡ് ബോർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഇമേജിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫയല് ഓപ്പൺ വഴി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ എടുത്തു, ഫയല് പ്ലേസ് ലിങ്ക്ഡ് വഴി നമ്മൾ കൊടുത്തു. അതായത് നമ്മളുടെ ഒരു ഫയല്, നമ്മുടെ ഉള്ള ഒരു ഫയല് ലിങ്ക് ചെയ്ത് നമ്മൾ എടുത്തേക്കാണ്. അതിനുശേഷം പുതിയൊരു പേജിലോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഓപ്പൺ വഴി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഫയല് ഓപ്പൺ വഴി ഒരു ഇമേജ് എടുത്തേ. അതിനുശേഷം നമുക്ക് ഈ ടൂളുകളുടെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കളർ ഫില്ല് ചെയ്യുക. ഇതല്ലാണ്ട് തന്നെ ഒരു റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ടൈഗറിന്റെ ഒരു ഫേസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ടൈഗറിന്റെ ഒരു ഫേസ് മാത്രം, അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. കൺട്രോൾ സി, നമ്മൾ നോർമലി എല്ലാത്തിലും യൂസ് ചെയ്യുന്ന സാധനമാണ് കൺട്രോൾ സി ആൻഡ് കൺട്രോൾ വി. നമ്മളെപ്പോഴും എല്ലാ വേർഡ്, എക്സൽ എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന സാധനമാണ് കൺട്രോൾ സി ആൻഡ് കൺട്രോൾ വി എന്ന് പറയുന്നത്. സെയിം ഇത് ഇവിടെ അതുപോലെ തന്നെയാണ്. കൺട്രോൾ സി കൊടുക്കുക, ഒരു പോർഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ സി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് വിൻഡോയിലാണോ, ഏത് ആഡ് ബോർഡിലാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി നമ്മൾ കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്കറിയാം, കൺട്രോൾ ടി കൊടുത്തതിന് ലാർജ് ആക്കാനോ അല്ലെങ്കിൽ അതിന്റെ സൈസിൽ ചേഞ്ചസ് വരുത്താനോ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ടൂളുകൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിക് ലാസോ ടൂളിന്റെ കാര്യം. മാഗ്നറ്റിക് ലാസോ ടൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, കുറച്ച് വ്യത്യാസം അതിനുണ്ടെന്ന്. അപ്പൊ മാഗ്നറ്റിക് ലാസോ ടൂൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അത് മനസ്സിലാകാനായിട്ട് പറ്റും എങ്ങനെയാണ് അത് വർക്ക് ആകുന്നെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാന്നുള്ളൊരു ഇതല്ല നമുക്ക് വരുന്നത്. നമുക്ക് കട്ട് ചെയ്യാൻ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പെൻ ടൂൾ എന്നൊക്കെ പറഞ്ഞ ടൂളുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. എങ്കിലും ഇതിന്റെ ഒരു യൂസ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം സെയിം പർപ്പസ് തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ എലിപ്റ്റിക്കൽ ആണെങ്കിലും റെക്ടാങ്കുലർ മാർക്കി ടൂൾ ആണെങ്കിലും അതുപോലെ തന്നെ കോളമൻ ടൂൾ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇനി നോക്കാനുള്ളത് മാഗ്നറ്റിക് ലാസോ ടൂൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വിഷ്ണു നമ്മുടെ അടുത്ത പുതിയൊരു ആഡ് ബോർഡ് ഉണ്ട്, ടൈഗറിന്റെ ഇമേജ് എടുത്തേക്കുന്നത്. ആ ഇമേജ് എടുക്കുക, എന്നിട്ട് മാഗ്നറ്റിക് ലാസോ ടൂൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ഇവിടെ ഉള്ള ഒരു ഇതിനെ കളയാൻ വേണ്ടി കൺട്രോൾ ഡി കൊടുക്കുക. അതിനുശേഷം മാഗ്നറ്റിക് ലാസോ ടൂൾ യൂസ് ചെയ്യുക. കേട്ടോ, നമ്മൾ ഓട്ടോമാറ്റിക് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് വരും, നമുക്കതിനെ സെലക്റ്റഡ് ആയി പൊക്കോളും. കേട്ടോ, ജസ്റ്റ് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇതിനൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ അത് കിട്ടിയില്ല എങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഡി കൊടുത്ത് വീണ്ടും ട്രൈ ചെയ്യുക. അപ്പം ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഒരു പർപ്പസ് മാത്രമല്ല, അതായത് ഈ ഒരു പർപ്പസിന് ഈ ടൂളുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമുക്ക് പെൻ ടൂളൊക്കെ നമ്മൾ വീണ്ടും ഉണ്ട്, ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞ ടൂളുകളുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കൊടുക്കുന്നതനുസരിച്ച് എന്തായി വരുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ടൂള് വർക്കായി വരുന്നുണ്ട്. കേട്ടോ, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയയിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സെലക്ട് ചെയ്ത സാധനത്തെ നമുക്ക് അപ്പുറത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള വിൻഡോയിലോട്ട് ഇത് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രോസസ് ഉണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. പക്ഷെ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ കാര്യം ആദ്യം അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. ഫോട്ടോഷോപ്പും അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്ററും സോഫ്റ്റ്വെയർസ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ
ആദ്യമേ തന്നെ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കേട്ടോ. നമ്മൾ അവിടെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരുമ്പോഴത്തേന് അത് ഓട്ടോമാറ്റിക്കലി സെലക്ടഡ് ആവും. കൺട്രോൾ സി കൊടുക്കുക, കൺട്രോൾ വി കൊടുക്കുക. ഇങ്ങനെ കൺട്രോൾ സിയും കൺട്രോൾ വി കൊടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിക്കുക. കണ്ടോ, കൺട്രോൾ വി കൊടുക്കുക. കേട്ടോ, അവിടെ നമ്മുടെ ആ ഒരു ഇമേജിന് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കതിനെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയും ടൂളുകളുടെ തന്നെ അടുത്തൊരു യൂസും കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.